സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ഗുരുപാദുകാഭ്യാം സ്മരാമി നിത്യം. ഉപാസ്മ്യഹം രമണതത്തുല്യദേവം തീർത്ഥീകരം തീർത്ഥപദപ്രദർശകം പിബാമി നിത്യം ഗുരുചരണതീർത്ഥം. നമഃ ശിവായ വാഴ്ക, നാദൻ താഴ് വാഴ്ക, இமைப்பொழுதும் என் நெஞ்சில் நீங்காதான் தாழ்வாழ்க. கோகழியாண்ட குருமனிதன் தாழ்வாழ்க. ஆகமம் ஆகி நின்ற அன்னிப்பான் தாழ்வாழ்க. ஏகன் அநேகன் இறைவனடி வாழ்க. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകം, അതില് ശിവപുരാണം എന്ന സെക്ഷനാണ് നമ്മൾ അർത്ഥം പറഞ്ഞ് അനുസന്ധാനം ചെയ്തു വരുന്നത്. ഭക്തിയില് ഭക്തൻ ഭഗവാന് അർപ്പിച്ച പാട്ടിന്റെ മാലയാണ് തേവാരം. ദേവന് അർപ്പിക്കുന്ന ഹാരം, അതിനെയാണ് തേവാരം എന്ന് പറയുന്നത്. ആ ഭക്തി നിഷ്കാമ്യമായ ഭക്തിയായിരിക്കും. എന്തൊക്കെ ദുരനുഭവം വന്നാലും ഈശ്വരനെ കൈവിടാതെ ഇരിക്കണ ഭക്തിയായിരിക്കണം. ഒരു വസ്തുവിനെയും ആഗ്രഹിക്കാത്ത പ്രിയമായിരിക്കണം. അങ്ങനത്തെ ഭക്തി അതിൻ്റെ ലക്ഷ്യത്തെ കാണും. ആ ലക്ഷ്യം ആണ് സാക്ഷാത്കാരം. നാഥൻ താഴ്വാഴ്ക. ആ നാഥൻ ഒരു നിമിഷം പോലും എൻ്റെ നെഞ്ചിൽ നിന്നും മാറാതിരിക്കണം. ആ സ്ഥിതി മാറാതിരിക്കണം. ആ അനുഭൂതി മാറാതിരിക്കണമെങ്കിൽ എന്തു വേണം? ശ്രദ്ധയാകുന്ന വേലി കെട്ടണം. അനാത്മവസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കമില്ലാതിരിക്കണം. അതിനെന്താ വഴി എന്ന് പറഞ്ഞാൽ പഞ്ചാക്ഷരമാകുന്ന വേലി കെട്ടണം. പഞ്ചാക്ഷരത്തിൽ ശ്രദ്ധ വേണം. ശ്രദ്ധ പഞ്ചാക്ഷരത്തിൽ പോകണം. ഭഗവത് നാമം ജപത്തിൽ ശ്രദ്ധ വന്നാൽ നാഥൻ മാറാതിരിക്കും. സംരക്ഷിക്കുക എന്നത് വലിയൊരു ചടങ്ങാണ്. നമ്മളിപ്പോ ആഗ്രഹിക്കണ ഒരു സ്ഥലത്ത് എത്താം, പക്ഷെ അതിനെ സംരക്ഷിക്കാൻ വലിയ പാടാണ്. അത് ലൗകികമായിക്കോട്ടെ അധ്യാത്മമായിക്കോട്ടെ. ലൗകികമായിട്ട് നമ്മൾ പലതിനെയും നേടിയിട്ട് അതിനെ സംരക്ഷിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യണോ? ആ പൊരുളിന്റെ സ്വഭാവം എന്താ? വിട്ടുപോകണം. പക്ഷെ അധ്യാത്മത്തില് പൊരുള് വിട്ടുപോവേയില്ല. പൊരുളിനോടുള്ള സമ്പർക്കം പതുക്കെ പതുക്കെ വിട്ടാ അത് ദൂരെ പോയി നിൽക്കുന്നത് പോലെ ഇരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു നിമിഷം പോലും എൻ്റെ നെഞ്ചിൽ നിന്നും മാറാതെ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? ആ പഞ്ചാക്ഷരത്തെ ഒരു നിമിഷം പോലും വിടാതെ ജപിച്ചുകൊണ്ടിരിക്കുക. അജപാജപം, ഉള്ളില് ജപം നടത്തിക്കൊണ്ടേയിരിക്കുക. സദാ പഞ്ചാക്ഷര ജപം. ഈ തിരുവാചകത്തിന് ആരംഭവും അത് തന്നെയാണ്.
മാണിക്യവാചകർ സ്വാമി ഒരു വൃക്ഷച്ചുവട്ടില് ഇരുന്ന് പഞ്ചാക്ഷര ജപം നടത്തിക്കൊണ്ടേയിരിക്കും. ആ പഞ്ചാക്ഷര ജപം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വൃദ്ധൻ, ഒരു ബ്രാഹ്മണൻ, നല്ല തേജസ്വിയായിട്ടുള്ളൊരു വൃദ്ധൻ വന്നിട്ട് ചോദിക്കുകയാണ്, മാണിക്യവാചകരല്ലേ എന്ന്. അപ്പോ ഇദ്ദേഹം, അതെ മാണിക്യവാചകരാണ്. നിങ്ങൾ ഭഗവാനെ കുറിച്ച് ധാരാളം പാട്ട് പാടിയിരിക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഒന്ന് പാടിത്തരുമോ എനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞു. അപ്പോ ബാക്കി ശിവഭക്തന്മാർക്കെല്ലാം കൂടെ ആരെങ്കിലുമൊക്കെ സഹായികളൊക്കെ കാണും. പക്ഷെ മാണിക്യവാചക സ്വാമി ആ അനുഭൂതിയിൽ മാത്രം ഇരുന്നു, വേറെ ആരും അടുത്തുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. അനുഭൂതിയിൽ വരണതൊക്കെ പാടി 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 പാടിയിരുന്നു. അപ്പൊ പറഞ്ഞു, ഞാൻ ഏതോ ഒരു വട്ടുപിടിച്ചു പാടിക്കൊണ്ടിരിക്കുന്നതൊക്കെ എവിടെ എഴുതിയെടുക്കാൻ സമയം? ഏതോ ഒരു ഭ്രമയിൽ ഞാൻ പാടിക്കൊണ്ടിരിക്കണോ, എവിടെ എഴുതിയെടുക്കാൻ സമയം? ഇതൊക്കെ എഴുതിയെടുക്കാൻ എൻ്റെ കൂടെ ആരുണ്ട്? ആരുമേ ഇല്ല. ഇല്ല, നിങ്ങൾ പാടൂ. എന്നാൽ തേജസ്വിയായിട്ടുള്ള വൃദ്ധൻ വന്ന് പാടൂ എന്ന് പറഞ്ഞപ്പോഴ് പഞ്ചാക്ഷര ജപം ചെയ്തുകൊണ്ടിരിക്കണ അദ്ദേഹം നമഃശിവായ വാഴ്ക, നാദൻ താഴ്വാഴ്ക. ഈ വൃദ്ധൻ എന്ത് ചെയ്തു എന്ന് വെച്ചാ ഉള്ളിൽ അന്തര്യാമിയായിട്ട് പ്രവേശിച്ചു. വന്നതാരാം? സാക്ഷാത് പരമശിവൻ. സാക്ഷാത് പരമശിവൻ തന്നെ ഈ ഗ്രന്ഥത്തിന് വേണ്ടിയിട്ട് മുമ്പിൽ വന്നു. ബാക്കി എല്ലാവർക്കൊക്കെ ശിഷ്യന്മാരുണ്ട്. സദ്ഗുരു എന്ത് ചെയ്യണു? ശിഷ്യന് ശിഷ്യനായി മാറണം അത്രേ. ഭഗവാൻ എന്ത് ചെയ്യണു? ആ വിദ്യയെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശിഷ്യനായിട്ട് മാറണു. എന്താ, ഇതൊന്നും കേൾക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെ ഭഗവാൻ എഴുതിയെടുത്തു വെച്ചു. ഇതൊന്നും മാണിക്യവാചക സ്വാമി അറിയണേയില്ല. ഇമയിപ്പൊഴുതും എന്നെഞ്ചിൽ നീങ്കാതാൻ താഴ്വാഴ്ക. ആ അനുഭൂതിയിൽ ഇരുന്ന് പാടി 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 സമയം പോയത് അറിഞ്ഞില്ല. ലയിച്ചു പോയാൽ നമ്മൾ ചിലരൊക്കെ യോഗയിൽ പോയിരുന്ന് ലയിച്ചു പോകും. എന്ന് വെച്ചാ ശവാസനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോകും, ലയം. ചിലർ സത്സംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ ലയം സംഭവിക്കും, ഉറങ്ങിപ്പോകും. ചിലർ സീരിയൽ ഒഴിച്ച് ബാക്കി എന്ത് ഉണ്ടെങ്കിലും ഉറങ്ങിക്കൊണ്ടിരിക്കും. സീരിയലിന് മാത്രം ഉറങ്ങാതിരിക്കും. ഐഡന്റിഫിക്കേഷൻ എന്തുമായിട്ടാണോ അതിൽ നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കും, കൂടുതൽ ശ്രദ്ധ ഉണ്ടാവും. ചിലർ സത്സംഗത്തിൽ എന്തൊക്കെ കേൾക്കണോ അത് ഒരു തരി പോലും വെളിയിൽ പറയാനോ ഒന്ന് അനുസന്ധാനം ചെയ്യാനോ അറിയില്ലായിരിക്കാം. പക്ഷേ ദൂരെ അപ്പുറത്ത് നിന്ന് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറയണമെങ്കിൽ അത് ഇവിടെ നിന്നെത്തി കേൾക്കും. എന്താന്ന് വെച്ചാൽ ശ്രദ്ധ, ആരോ എന്നെ പറ്റി എന്തോ ഹർട്ട് ചെയ്യാൻ പറയണുണ്ട് എന്നുള്ളൊരു ശ്രദ്ധ ഉണ്ടല്ലേ. അപ്പൊ ആ ശ്രദ്ധ എവിടേക്കാണോ, നമ്മൾ എത്ര ദൂരെയാണെങ്കിലും അത് നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന പോലെ ഇരിക്കും. അപ്പോ ഇദ്ദേഹം ഈ ഭഗവാന്റെ കീർത്തനങ്ങളില് ലയിച്ചു പോയി. അങ്ങനെ കീർത്തനമെല്ലാം കഴിഞ്ഞിട്ട് കണ്ണ് തുറന്ന് നോക്കിയപ്പോ ഇദ്ദേഹത്തിന് തോന്നി, ഞാൻ എന്തു വിഡ്ഢിയാണ്. ഒരു വൃദ്ധൻ വന്നിട്ട് അദ്ദേഹത്തിനൊന്നും ഭക്ഷണം കൊടുക്കാനോ, ഒരു ബ്രാഹ്മണനാണ് അദ്ദേഹത്തിന് പരിചരണം ചെയ്യാനോ ഒന്നും എനിക്ക് സാധിച്ചില്ലല്ലോ. എന്തുമാത്രം വിഡ്ഢിയാണ് ഞാൻ. ഏതോ വട്ടിലെന്തോ പറഞ്ഞുകൊണ്ടിരുന്നു, അവരൊന്ന് സൽക്കരിക്കാൻ പോലും പറ്റിയില്ല, ഇപ്പൊ ആളെ കാണാനില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് അങ്ങനെ ഇരുന്നു. അടുത്ത ദിവസം ചിദംബര ക്ഷേത്രത്തിലെ പഞ്ചാക്ഷരപ്പടിയുടെ മേളില് ദീക്ഷിതർ നട തുറക്കാൻ വരുന്ന സമയത്ത് ഒരു ഗ്രന്ഥം അതിന്റെ മേലെ ഇരിക്കുന്നു. തിരുവാചകം എന്ന ഗ്രന്ഥത്തിന് പേര് തിരുച്ചിട്രമ്പലം എന്ന് ഭഗവാന്റെ ഒപ്പ്. ഇത് കണ്ടതും ഈ പടിയിൽ വരുന്ന ഗ്രന്ഥങ്ങളെയെല്ലാം മുഴുവൻ അർത്ഥം പറഞ്ഞ് വിവരിച്ച് അത് ഉള്ളില് ഭഗവാന് നിവേദിക്കലൊരു ചടങ്ങാണ്.
പക്ഷെ ഇതിന്റെ അർത്ഥം ആര് പറയും? ഇത് ആരെഴുതി? ഒന്നും അറിയില്ല. അപ്പൊ ഒരു വൃദ്ധൻ അവിടെ വന്നു. ഏതോ ഒരു തേജസ്വിയായ വൃദ്ധൻ. ഭഗവാൻ എല്ലാ വൃദ്ധരൂപത്തിലാണ് വരുന്നത്. എന്താ എന്ന് ചോദിച്ചാ അറിയില്ല. പുരാതനം എന്ന് കാണിക്കാൻ വരുന്നതായിരിക്കും. പലയിടത്തും ഭഗവാൻ വൃദ്ധനായിട്ടാണ് വന്നിരിക്കുന്നത്. വയസ്സായി, എഴുച്ചിരിക്കാൻ വയ്യാത്തവർ. ഇതൊരു തേജസ്വിയായ വൃദ്ധൻ വന്നിട്ട് ഈ ദീക്ഷിതരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവരികയാണ്. കൂട്ടിക്കൊണ്ട് മാണിക്യവാചകർ സ്വാമി ഇരിക്കുന്ന ഇടത്തിൽ കൊണ്ടുപോയി, ഞാൻ കാണിച്ചു തരാം, ഇദ്ദേഹമാണ് അത് എഴുതിയത് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഗ്രന്ഥം കണ്ടിട്ട് മാണിക്യവാചകർ ആനന്ദ ബാഷ്പം. ഭഗവാനാണല്ലോ ഇന്നലെ എൻ്റെ അടുത്ത് വന്നത്, സാക്ഷാത് പരമേശ്വരൻ വന്നിരിക്കണു. വന്നത് മാത്രമാണോ, എല്ലാം എഴുതി വെച്ച് പരമേശ്വരന്റെ സിഗ്നേച്ചറും ഇട്ടിട്ട് പോയി. തിരുച്ചിത്രമ്പലം സിഗ്നേച്ചർ. ഇത് കണ്ട് ആനന്ദത്തില്, അനുഭൂതിയില്, രസത്തിൽ അങ്ങനെ ഇരുന്നു മാണിക്യവാചകർ സ്വാമി. അപ്പോ അവർ പറഞ്ഞു, ഇതിനർത്ഥം ഇവൻ പറയും പറഞ്ഞു. ഇതിന് അർത്ഥം ഇവൻ പറയും എന്ന് പറഞ്ഞപ്പോ മാണിക്യവാചകർ സ്വാമി ആ പുസ്തകത്തെ എടുത്തിട്ട് ഈ വൃദ്ധനെ നോക്കി. ഈ വൃദ്ധൻ ആരാണ്? സാക്ഷാത് നടരാജൻ തന്നെയാണെന്ന് കണ്ട് ഈ വൃദ്ധനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് കൂറു ഇവനെ. ഇതിന് അർത്ഥം ഈ വൃദ്ധനെ കാണിച്ചിട്ട് പറഞ്ഞു. അപ്പൊ തന്നെ അന്തണർകൾക്കും ദീക്ഷിതർക്ക് ഒക്കെ പെട്ടെന്ന് ഒരു തോന്നൽ, ഇത് നടരാജസ്വാമിയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ നടരാജമൂർത്തിയുടെ അടുത്ത്, ആ വൃദ്ധന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, മാണിക്യവാചകരെ കുറിച്ചൊന്ന് പറയുമെന്ന് പറഞ്ഞപ്പോ ആ വൃദ്ധൻ പറഞ്ഞു, നാനേ ഇവൻ, നാനേ ഇവൻ. നോക്കൂ, ഈശ്വരൻ നമ്മളെ ഈശ്വരനാക്കി മാറ്റും. ഒരു സദ്ഗുരു നമ്മളെ സദ്ഗുരുവാക്കി മാറ്റും. അല്ലേ? നമ്മളെ ഫ്രീ ആക്കി ഗുരു തുല്യമാക്കി മാറ്റും. അത് കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും വേല ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കണതല്ല. സദ്ഗുരുവിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ആ അനുഭൂതി, ഏതനുഭൂതി അനുഭവിച്ചോ ആ അനുഭൂതി ശിഷ്യൻ അനുഭവിക്കണം. ഏകം ഏവ അദ്വിതീയം, രണ്ടില്ലാത്ത അവസ്ഥയിൽ, ഗുരുവില്ല ശിഷ്യനില്ല, ഗുരു വേറെയല്ല ശിഷ്യൻ വേറെയല്ല എന്നുള്ള ഭാവത്തിൽ ഇരിക്കുക. അതുപോലെ ഈശ്വരൻ വലിയൊരു സദ്ഗുരുവാണ്. കോകഴിയാണ്ട കുറുമനിതൻ താഴ്വാഴുക. തിരുപ്പരന്തുറയിൽ കണ്ട ആ തേജസ്വിയായ മൂർത്തി എന്ത് ചെയ്തു എന്ന് വെച്ചാ, എന്ത് ചെയ്തു? ആ വ്യവഹാരത്തിന് ഫ്രീ ആക്കി കൊടുത്തു. ചോദിച്ചത് കൊടുത്തോണ്ടിരുന്ന എന്താ? പ്രിയം. അല്ലേ? പ്രിയം വേറെ, ഹിതം വേറെ. ഭഗവാന് സർവഭൂതഹിതം, എല്ലാ ഭൂതർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും, എല്ലാ ബീയിങ്സിനും ഹിതം ചെയ്യണവനാണ് ആര്? ഭഗവാൻ. പ്രിയം ചെയ്യൽ എന്ന് പറഞ്ഞ ഒരു സൈഡിൽ ദോഷമുണ്ട്. ചോദിക്കണതെല്ലാം കൊടുക്കണതിനെയാണ് പ്രിയം എന്ന് പറയുന്നത്. ആ പ്രിയത്തിന് ഒരു സൈഡിൽ ദോഷവശവുമുണ്ട്. ഇപ്പൊ ഭഗവാൻ എന്ത് ചെയ്യണു? ഒരു ജീവനെ പരിപാകപ്പെടുത്തണു ഭഗവാൻ. അതുകൊണ്ട് ആ തിരുപ്പരന്തുറയിലെ ആ സിദ്ധന്റെ അടുത്ത് വന്നപ്പോ തന്നെ ബാഹ്യപ്രജ്ഞയൊക്കെ പോയി. അല്ലേ? ഗുരുവിനെ കണ്ടപ്പോ തന്നെ എന്തൊക്കെ വ്യവഹാരത്തിലിരുന്നു അതെല്ലാം മറന്നുപോയി. ഏതോ ഒരു ദൗത്യത്തിലാണ് ഞാൻ വന്നത്, ആ ദൗത്യം മറന്നുപോയി. പതുക്കെ പതുക്കെ ആ ഗുരു ഇരുന്ന സ്ഥലത്ത് ഒരു അമ്പലം കെട്ടി, ആത്മബോധേശ്വര ക്ഷേത്രം കെട്ടി. കൂടെ വന്ന ആൾക്കാരെ, കുതിരയെ വാങ്ങിക്കാൻ വേണ്ടി കൂടെ വന്ന പരിവാരങ്ങളെയൊക്കെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ സാമാനം വാങ്ങിക്കാൻ വേണ്ടി വിട്ടു. ഇത് രാജാവ് ഇതറിഞ്ഞു. നോക്കുമ്പോ
കുതിരയും കാണാനില്ല, പോയവരെയും കാണാനില്ല. ഇതെന്താ പരിപാടി എന്ന് രാജാവ് ഒന്ന് അന്വേഷിച്ച് നോക്കിയപ്പോ അവിടെ വലിയ തിരക്കിട്ട് കോവില് പണിയാണ്. വളരെ ഭംഗിയായിട്ടൊരു ക്ഷേത്രം അവിടെ ഉണ്ട്. തിരുപ്പരന്തുറയിൽ പോയാൽ കാണാം. അപ്പോ ഒരു സിഗ്നൽ കിട്ടുന്നു വെളിയിൽ, അല്ലേ? ശ്രദ്ധാപൂർവം വെളിവിഷയങ്ങളിലേക്ക് ശ്രദ്ധയെ വിടാതെ ഇരുന്നാൽ നമ്മുടെ അനുഭൂതി തന്നെ ഇരിക്കും. എപ്പോ ശ്രദ്ധ വെളിയിൽ പോണോ, കേനേഷിതം പദ്ധതി പ്രേഷിതം മനഃ. എന്തുകൊണ്ട് ശ്രദ്ധ വെളിയിൽ എപ്പോ പോണോ, പതിക്കണോ, അപ്പോഴും നമ്മൾ സഫർ ചെയ്യാൻ തുടങ്ങും, വ്യവഹാരം അറിയാൻ തുടങ്ങും. പെട്ടെന്ന് അറിഞ്ഞു ഞാൻ കുതിരയെ വാങ്ങാൻ വന്നതാണല്ലോ, കാശ് ആരുടെ കാശ്, എന്ത് കാശ്, ആരുടെ കൂടെ അറിയാതെ രാജധാനിയിലെ കാശെടുത്തതാ ചെലവാക്കിയിരിക്കുന്നു. ഇനി എവിടെ കുതിരയ്ക്ക് എവിടെ പോകും? അപ്പൊ ഗുരു പറഞ്ഞു കുതിര വരും. അതൊരു പ്രസിദ്ധമായ കഥയാണ്. നരിയെ പരിയാക്കിനത്, നരിയെ കുതിരയാക്കിയത്, കുറുക്കനെ കുതിരയാക്കി. വാസ്തവത്തിൽ ചെയ്തത് എന്താന്ന് വെച്ചാ, ഈ കുറുക്കനെ കൊണ്ട് ഈ തൊഴുത്തിൽ കെട്ടി അവശേഷിക്കണ 2-3 കുതിരകളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഈ കുതിരവേഷത്തിൽ വന്ന കുറുക്കന്മാരെല്ലാം അവിടെ കെട്ടി. ഇതിന് പുല്ലു ഇതൊക്കെ ഇട്ട് കൊടുത്താൽ കഴിക്കുമോ? ഇത് ഈ അപ്പുറത്തിരുന്ന കുതിരയെ തന്നെ നോക്കിക്കൊണ്ട് തക്കം കിട്ടി അത് കഴിക്കാന്ന് വെച്ചിട്ട് കയറിനെയും പൊട്ടിച്ച് ആ കുതിരയെ അകത്താക്കിയിട്ട് കുറുക്കന്മാരെല്ലാം ഓടിപ്പോയി. നമുക്ക് ചോദിച്ചതിനെ നമുക്ക് തന്ന എന്താ കുഴപ്പമെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ ചോദിക്കാനുള്ള ഒരു ആവേശം വരും നമുക്കില്ലേ. ചോദിക്കണത് തന്നില്ല, എന്തിനാ തരാത്തതെന്ന് പറഞ്ഞാൽ സാക്ഷാത്കാരം തരാൻ, ഈശ്വരനെ തരാൻ, റിലീസ് ചെയ്യാൻ, ഫ്രീ ആക്കാൻ വേണ്ടി. അവിടെ കുതിരയെ ചോദിച്ചു, തത്കാല ശാന്തിക്ക് കുതിര പോലെ ഒന്നിനെ കൊടുത്തു. പക്ഷേ എന്താ സംഭവിച്ചത്? തത്കാലത്തേക്ക് ശാന്തി വന്നു, പിന്നെ ശാന്തി പോയി. അതിന് ശിക്ഷ അനുഭവിച്ചു, അല്ലേ? ശിക്ഷ അനുഭവിച്ച കൂടെയും ഭഗവാനെ വിടാതെ പിടിച്ചു. കുന്തിദേവിയും ഭാഗവതത്തിൽ പറയണു, ഭഗവാനെ എനിക്ക് ദുഃഖം തരൂ, ഭഗവാൻ എനിക്ക് ദുഃഖം തരൂ ഭഗവാനെ. എന്തിനാ ദുഃഖം എന്ന് പറഞ്ഞാൽ, ദുഃഖം വന്നാൽ എനിക്ക് ഈശ്വരനെ കിട്ടും. ദുഃഖം വന്നാൽ പ്രാർത്ഥിക്കുമ്പോ കിട്ടുന്ന സുഖം വേറെ എപ്പോഴും എനിക്ക് കിട്ടണില്ല. ദുഃഖത്തിന്റെ കൂടെ സുഖത്തെ കാണുന്ന, ദുഃഖത്തിനുപരിയായിട്ടുള്ള ഒരു പൊരുളിനെ അറിഞ്ഞ ദുഃഖമെല്ലാം പോയി പോകും. ദുഃഖത്തിനുപരി ഒരു പൊരുളിനെ അറിഞ്ഞാൽ ദുഃഖം മുഴുവൻ പോയി പോകും. അതുപോലെ ദുഃഖം കൊടുത്തു, ആ ദുഃഖത്തിൽ നിന്നും ഭഗവാൻ എന്ത് ചെയ്തു? ഒരു മായാജാലം കാട്ടണമല്ലോ, തന്റെ ശിഷ്യനെ പിടിച്ചുകൊണ്ട് വരണമല്ലോ, അല്ലെ? തന്റെ ശിഷ്യനെ, ഗുരുവിനെ ഉയർത്തണമല്ലോ, ലിഫ്റ്റ് ചെയ്യണമല്ലോ ഈ ഭൂമിയിൽ നിന്ന്. അതിനെന്ത് ചെയ്തു എന്ന് വെച്ചാ, ഭഗവാനെ പണിക്കാരന്റെ വേഷത്തിൽ വന്നു, ഉള്ള കോലാഹലമൊക്കെ നടത്തി, അവിടെ മുഴുവൻ പണി ചെയ്യാതെ ബാക്കിയെല്ലാ പണിയും ചെയ്ത് പോണ വഴിക്ക് ഒരു അമ്മ, ഒരു പരമശിവഭക്തയായിട്ടുള്ളൊരു അമ്മ, ആ അമ്മ പുട്ട് വിറ്റുകൊണ്ടിരിക്കണു. പുട്ട്. ആ അമ്മയുടെ അടുത്ത് പോയി ചോദിക്കണം, വിശന്നിട്ട് വയ്യ അമ്മേ, നല്ല വിശപ്പുണ്ട്, കുറച്ച് പുട്ട് തരണം, കയ്യിൽ കാശൊന്നുമില്ല, ഉതിർന്നു പോയ പുട്ട് മതി എന്ന് പറഞ്ഞു. ഉതിർന്ന് വീഴുമല്ലോ, ആ പുട്ട് തന്നാ മതി എന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, ഞാൻ വർഷക്കണക്കിന് പുട്ടുണ്ടാക്കുന്നു, എക്സ്പെർട്ട് ഡ്രൈവർ എന്നൊക്കെ ചിലരുണ്ട്, ചിലര് എക്സ്പെർട്ട് ആണെന്ന് പറഞ്ഞു. ഇത്രയോ കാലം കൊണ്ട് ചെയ്യണു, ഒന്നും വരില്ല, ഞാൻ പറയണത് പോലെ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് എക്സ്പെർട്ട് കുറച്ച് ആൾക്കാരാണ്. അപ്പൊ അതുപോലെ അമ്മ പറഞ്ഞ് എക്സ്പെർട്ട് പുട്ടുണ്ടാക്കുന്ന ആളാണ്,
എക്സ്പേർട്ട് കുക്കാണ്. അങ്ങനെയൊന്നും ഉതിർന്നു പോവേയില്ല എന്ന് പറഞ്ഞിട്ട് പുട്ടുണ്ടാക്കി. ഉണ്ടാക്കിയ പുട്ടെല്ലാം ഉതിർന്നു പോയി. ഭഗവാൻ വിചാരിച്ചാല് പുട്ടിനും അധിപൻ ഭഗവാനാണ്. ആധിപത്യം ചമേ, എല്ലാത്തിന്റെയും ആധിപത്യം ഭഗവാനാണ്. ആതും കഴിച്ച് വേണ്ട കൂത്തെല്ലാം ആടി വേണ്ട കോലാഹലമൊക്കെ ചെയ്ത് പണി ചെയ്യണവരെ കൂടെ പണി ചെയ്യാതാക്കി അരിമർദ്ദന പാണ്ഡ്യൻ ഇതറിഞ്ഞു വന്ന് ഒരടി വെച്ചു കൊടുത്തു. ആ അടി എല്ലാവർക്കും കൊണ്ടു. മാണിക്യവാചകർക്കും കൊണ്ടു, അരിമർദ്ദന പാണ്ഡ്യനും കൊണ്ടു, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൊണ്ടു, രാജധാനിയിലെ മുഴുവൻ ആൾക്കാർക്കും കൊണ്ടു, ബ്രഹ്മാവ് തൊട്ട് എറുമ്പുര് വരെ കൊണ്ടു. നമ്മൾ കണ്ടു, നേരത്തെ കേട്ടു ഈ കഥ അല്ലേ, മുമ്പ് കേട്ടു. എന്താന്ന് വെച്ചാൽ ഭഗവാൻ സർവരിലെ ഉള്ളിലും അന്തർയാമിയായിട്ടിരിക്കണം. അങ്ങനെ ഒരു മായാജാല കാണിച്ചു. എന്തിനാ? അടി കഴിഞ്ഞ് നോക്കിയപ്പോ ഈ കൂത്തനെ കാണാനില്ല. മേളില് എവിടുന്നോ ദൂരെന്ന് ഒരു അശരീരി വരണു. എന്താ അശരീരി എന്ന് പറഞ്ഞാ മാണിക്യവാചകരെ വിടും, അവനവന്റെ വഴിക്ക് വിടും ഒരു അശരീരി. മാണിക്യവാചകരുടെ മഹത്വമെല്ലാം ആകാശത്തുനിന്നും അന്തരീക്ഷത്തുനിന്നും ഒക്കെ കേട്ട് അശരീരിയായിട്ട് കേട്ട് ആ അരിമർദ്ദന പാണ്ഡ്യൻ പോയി നമസ്കാരം ചെയ്ത് ഉപചാരങ്ങളൊക്കെ ചെയ്ത് അതേ വഴിക്ക് വിടും. നോക്കൂ, നമ്മള് ഈ സ്പിരിച്വാലിറ്റിയിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് കാണിക്കും. അമ്മ പ്രകടിപ്പിക്കും, അച്ഛൻ പ്രകടിപ്പിക്കും, ബന്ധുജനങ്ങളൊക്കെ പ്രകടിപ്പിക്കും. അവന് വട്ടായി പോയോ എന്ന് ചോദിക്കും. ആ സമയത്ത് ഈശ്വരൻ എന്ന ലക്ഷ്യത്തെ നമ്മൾ വിടാതെ പിടിച്ച, അല്ലെ, ശ്രദ്ധാപൂർവം പിടിച്ച അതിന്റെ ഫലം എന്താണെന്ന് വെച്ചാ എല്ലാവരും ഏറ്റവും കൂടുതൽ എതിർത്ത ആള് നമ്മളെ അനുകൂലിക്കും. ശങ്കരാചാര്യരുടെ ജീവിതത്തിൽ പോലും എല്ലാം നഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ആ കുട്ടി മാത്രമേ ഉള്ളൂ. കുട്ടിക്കാണെങ്കിൽ സന്യാസം വേണം. ഈ അമ്മ പറഞ്ഞു, എന്നെ തൊട്ട് സത്യം ചെയ്യൂ, നീ സന്യാസി ആവരുത്. ഈ അമ്മയ്ക്ക് ആരുമേ ഇല്ല. കുട്ടി വ്യവഹാര തലത്തിൽ വേറെ വഴിയേ ഇല്ല, വാക്കു കൊടുത്തു പോയി. അപ്പോ ഈശ്വരൻ മുതല രൂപത്തിൽ മാനിഫെസ്റ്റ് ആയി. മുതല രൂപത്തിൽ ഈശ്വരൻ മാനിഫെസ്റ്റ് ആയി. കാലിൽ ഒരു കടി. അപ്പൊ അമ്മയ്ക്ക് ജീവനാണോ വലുത്? സന്യാസിയ ജീവിച്ചെങ്കിലും മോൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അനുകൂലമായിട്ട് പറഞ്ഞു വിട്ടു. അല്ലേ? അപ്പോ ആ നമ്മൾ ഈശ്വരനെ മാത്രം ലക്ഷ്യം വയ്ക്കുക. ബാക്കി പ്രതികൂലത്തിനെ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. മൈൻഡ് ചെയ്യാതിരുന്ന ഈശ്വരൻ തന്നെ അവരെ മൈൻഡിനെ ചേഞ്ച് ചെയ്യും. ഈശ്വരൻ തന്നെ അവരുടെ മൈൻഡിനെ മാറ്റും. അത്ര വലിയ ശക്തിയാണ് ഈശ്വരനുള്ളത്. ആ ഈശ്വരനെ വിശ്വസിക്കലാണ് അധ്യാത്മത്തിലെ ആദ്യത്തെ പടി. അതിനെയാണ് ഭക്തി എന്നും നമ്മൾ പറയണത്. തുടർന്ന്